ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള നാടൻ മഷ്റൂം മസാല ആയിട്ടാണ് കേട്ടോ. വളരെ രുചികരമായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു മഷ്റൂം മസാലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക. അപ്പോൾ ഇതാ ഞാൻ 2 പാക്ക് മഷ്റൂം എടുത്തിട്ടുണ്ട്. കൂന് പണ്ടെല്ലാം വീടുകളിലൊക്കെ പറമ്പിലെല്ലാം മഷ്റൂം എല്ലാം കിട്ടിയിരുന്നല്ലോ. ഒരുപാട് എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് വീട്ടിലൊക്കെ ഒരുപാട് കിട്ടിയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും ഇത് കിട്ടുന്നേ ഇല്ല. ഇപ്പം എല്ലാം പാക്ക് തന്നെ വാങ്ങുന്നത്. പക്ഷെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൂണിൻ്റെ ഒന്നും ടേസ്റ്റ് പാക്കറ്റിൽ കിട്ടൂല കേട്ടോ. പക്ഷെ എന്തായാലും ഇപ്പോൾ പാക്കല്ലേ കിട്ടുള്ളൂ. അത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള മഷ്റൂമിൻ്റെ മസാല തന്നെയാണ് റെസിപ്പി. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഷ്റൂം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലെ ഒരു കത്തി വെച്ചിട്ട് മഷ്റൂമിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതെന്തായാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. പാക്കറ്റിൽ നിന്ന് വരുന്ന അതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യരുത്. ഇതുപോലെ ഇതിൻ്റെ മുകളിലത്തെ തൊലി മാറ്റിയതിന് ശേഷം വേണം മഷ്റൂമെല്ലാം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ. മഷ്റൂം വെച്ചിട്ട് എന്ത് ഐറ്റംസ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് എല്ലാം ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ 2-3 പ്രാവശ്യം കേക്കിന് ശേഷം ഞാൻ വേറൊരു വലിയൊരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കഴുകിയതിന് ശേഷമാണ് മഷ്റൂം കൊണ്ട് എന്ത് ഐറ്റംസ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിലും ഇങ്ങനെ എന്തായാലും ചെയ്യണം കേട്ടോ. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. മഷ്റൂമിലെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കോളിഫ്ലവർ ചെയ്യൂലേ നമ്മൾ തിളപ്പിച്ചെല്ലാം ഊറ്റിയെടുക്കൂലേ, അതുപോലെ ഇതെല്ലാം തിളപ്പിച്ച് ഊറ്റിയെടുക്കണ്ട. ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 5-2 മിനിറ്റ് വെച്ചിട്ട് അത് വെള്ളമെല്ലാം ഒഴിവാക്കിയതിന് ശേഷം കുക്കാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂനെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ എല്ലാം തന്നെ നിർബന്ധമായിട്ട് എടുക്കുക. എന്നാലുള്ളൂ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വലിയ സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും പാടെ ഇട്ട് കൊടുക്കുക. സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണെങ്കിലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ എനിക്ക് ചെറിയ ഉള്ളി ഒന്നും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി വെച്ച് ചെയ്യുന്നത്. ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തോ, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഉള്ളി ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടോ നിങ്ങളൊന്ന് വയറ്റിയെടുക്കാം. ഇതെല്ലാം വഴറ്റി എടുക്കുമ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ബ്രൗൺ കളർ ആയാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകുമാണ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 പാടെ 1 ടീസ്പൂണും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ബീഫെല്ലാം വരട്ടൂലേ, ആ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. തോന്നുന്നല്ല, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് ടേസ്റ്റ്, ആ ബീഫിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതും പാടെ ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അതെല്ലാം മാറുന്നത് വരെ ഒന്ന് വീണ്ടും വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 2 വലുതാണെങ്കിൽ 1 തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കുക്കായി എടുക്കണം കേട്ടോ. നല്ലതുപോലെ തക്കാളി വെന്തതിന് ശേഷം മാത്രമാണ് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിയല്ലേ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ശരിക്കും പറഞ്ഞാൽ കൂനെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം 10 മിനിറ്റ് കൊണ്ട് തന്നെ മഷ്റൂം മസാല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെ. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് വേണം മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം തന്ന സപ്പോർട്ടിനും കമൻറ്റിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. നല്ല നല്ല കമൻസ് എല്ലാം വായിച്ച് ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെ കമൻസ് കാണുമ്പോൾ. ഇനിയിപ്പോൾ ഇതിലോട്ട് മസാലകളായിട്ട് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂണ് മുളക് പൊടി. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണ്. കളറ് കുറച്ച് കുറവാണ്, എന്നാലും കാശ്മീരി മുളകാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ്. അതിന് ശേഷം 1/2 ടീസ്പൂണോളം
കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പൊടികളുള്ള റോസ് സ്മെല്ലുണ്ടല്ലോ അതെല്ലാം മാറിയോളം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. മസാല ഇട്ടപാടെ അടുത്ത കാര്യം ചെയ്തു പോകരുത്, അന്നേരം കറിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോവും. എന്തായാലും ഒരു 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ മഷ്റൂം ഞാൻ നന്നായിട്ട് തന്നെ മഞ്ഞൾപ്പൊടിയിൽ നിന്നെല്ലാം മാറ്റിയിട്ട് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി മഷ്റൂമും പാടെ ചേർത്ത് കൊടുക്കുക. മഷ്റൂം ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഈ ഒരു മസാലയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രം അടച്ച് വെക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, മഷ്റൂമിൽ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് മഷ്റൂം ഫ്രൈ ആക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ നിന്നെടുത്ത് ഒരു 5-10 മിനിറ്റ് ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ കഴുകിയിട്ട് 2 മിനിറ്റേ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ അങ്ങനെ വെള്ളം ഇറങ്ങും. അല്ലാന്നുണ്ടെങ്കിലും മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കുമ്പോൾ തന്നെ കുറച്ചധികം ഗ്രേവി ആയിട്ട് വരും. എന്നിട്ട് വേണം തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റുള്ള മഷ്റൂം മസാലയെന്ന്. ഞാനിപ്പോൾ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവി എല്ലാം ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു മഷ്റൂം മസാല ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ ഇനി തുറന്ന് വെച്ചിട്ട് കുക്കാക്കി എടുത്താൽ മതി. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ എണ്ണ എല്ലാം തെളിയുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മഷ്റൂം മസാല ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര പെട്ടെന്നാണ് ഞാൻ ചെയ്തെടുത്തതെന്ന് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് കുറച്ച് വേപ്പില ഉണ്ടല്ലോ അത് അല്ല കുറച്ച് മല്ലിയില വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നാടൻ രീതിയിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ മല്ലിയില ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞ് കാണുമ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. എണ്ണ എല്ലാം തെളിഞ്ഞ് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ എല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ഗ്രേവിക്കും തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ എത്ര അടിപൊളിയാണെന്ന്. ഇനി മഷ്റൂം എല്ലാം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെ ഉണ്ടാകുന്നുള്ളതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.